വിജയി എന്നല്ല, വിജയിക്കുമെന്ന് മാലോകരെല്ലാം കരുതിയ അതികായനെ വീഴ്ത്തിയ ആളെന്നാകും PJ ഫ്രാൻസിസിനെ ചരിത്രമോർക്കുക. ഈ ഒറ്റ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മതി ചെങ്കോട്ടയായ മാരാരിക്കുളത്തെ അപ്രതീക്ഷിത പരാജയം സിറ്റിംഗ് MLA ആയിരുന്ന VS അച്യുതാനന്ദന് എത്രമാത്രം ആഘാതമുണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ. VSന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള യാത്രയെ 1965 വോട്ടിന് വെട്ടി PJ ഫ്രാൻസിസ് നിയമസഭയിലെത്തി. ആ വിജയം കോൺഗ്രസിനെ മാത്രമല്ല, സ്ഥാനാർത്ഥിയായ PJ ഫ്രാൻസിസിനെ പോലും അത്ഭുതപ്പെടുത്തി. വിജയശ്രീ ലാളിതനായി ന്യൂത്തന്റെ സ്കൂളിലെ ആ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫ്രാൻസിസ് വക്കീലിന് വലിയ അംഗീകാരമാണ് ലഭിച്ചത്. ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെടുത്തിയ വിജയം. ആ വിജയത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ശ്ലാഘനീയമാണ്. CPM-ലെ കടുത്ത വിഭാഗീയത, വലതു കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ആക്ഷേപിക്കുന്നതിനുള്ള CPI-യുടെ എതിർപ്പ്, MLA എന്ന നിലയിൽ VSന്റെ പ്രവർത്തനങ്ങളോട് ജനങ്ങൾക്കുള്ള അമർഷം, എല്ലാത്തിലും ഉപരി കൊള്ളൈത്തൈക്കാരനോട് നാട്ടുകാർക്കുള്ള സ്നേഹം. മാരാരിക്കുളത്തെ വിജയത്തെ PJ ഫ്രാൻസിസ് സ്വയം അവലോകനം ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിനോട് 8000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. തുടർന്ന് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. അഭിഭാഷകനായിരുന്ന PJ ഫ്രാൻസിസ് ഏതാനും പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. മാരാരിക്കുളം നിയമസഭാ മണ്ഡലം ഇന്നില്ല. പക്ഷേ രാഷ്ട്രീയം ഉള്ളിടത്തോളം കാലം അവിടെ ഒറ്റത്തവണ മാത്രം MLA ആയിരുന്ന PJ ഫ്രാൻസിസ് ഓർമ്മിക്കപ്പെടും. ജയിന്റ് കില്ലർക്ക് വിട. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.